വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഏത്തപ്പഴം നിറച്ചതാണ്. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത്തപ്പഴം നിറച്ചത് തയ്യാറാക്കുന്നതിനായി കുറച്ച് ഏത്തപ്പഴം, മുന്തിരി, തേങ്ങ ചിരകിയത്, കുറച്ച് ബദാം എന്നിവയാണ്. ബദാമിന് പകരം നമുക്ക് കാഷ്യൂ നട്ട്സും എടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം ക്രഷ് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമിന് പകരം നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കാഷ്യൂ നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മധുരമാണ് ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവയെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നമ്മളുടെ പഴം ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. ശേഷം നമുക്ക് പഴം കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പഴത്തിൻ്റെ എല്ലാ സൈഡും നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഏത്തപ്പഴത്തിൻ്റെ എല്ലാ വശവും നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ മിക്സ് നിറച്ചു കൊടുക്കാം. അതിനായി ഞാൻ പഴത്തിൻ്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗമല്ല, ഒരു താഴ്ന്നു നിൽക്കുന്ന ഭാഗത്ത് കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ തേങ്ങ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിനുള്ളിലെ ബ്ലാക്ക് കളറുള്ളത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. അപ്പോൾ കുറച്ചുകൂടെ സ്ഥലം കിട്ടുന്നതാണ്. ഏത്തപ്പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫമീസ് വേൾഡ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. താങ്ക്